മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്ക് വേണ്ടി നിർമ്മാതാക്കൾ സ്വന്തം കയ്യിൽ നിന്ന് ₹1 എടുത്തിട്ടില്ല എന്ന് പോലീസിന്റെ കണ്ടെത്തൽ. നടൻ സൗബിൻ ഷാഹിർ അടക്കമുള്ള പറവ ഫിലിംസ് ഉടമകൾക്കെതിരായ വഞ്ചന കേസിലാണ് കണ്ടെത്തൽ. 28 കോടിയോളം രൂപ പലരായി പറവ ഫിലിംസിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചെങ്കിലും ആകെ സിനിമയ്ക്ക് ചിലവായത് 19 കോടിക്ക് താഴെയെന്നും പോലീസ് റിപ്പോർട്ട്. വിശദാംശങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, വലിയ സാമ്പത്തിക ക്രമക്കേടാണ് ഉണ്ടായിരിക്കുന്നത്. പൊതുവിൽ സംസാരിക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെയൊക്കെ കുറിച്ചും അല്ലെങ്കിൽ ധാർമ്മിക ബോധം, ഉത്തരവാദിത്വം, ഇതിനെക്കുറിച്ചൊക്കെ വാചാലരാവുന്ന ഇവരൊക്കെയാണ് ഈ തട്ടിപ്പിൽ ഉൾപ്പെടുന്നത് എന്നറിയുമ്പോഴാണ് ഈ ആരാധകർക്കൊക്കെ ഞെട്ടലുണ്ടാവുന്നത്. ബിനിൽ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആരാധകർക്ക് മാത്രമല്ല, മലയാള സിനിമയിൽ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ ഹിറ്റ് നമുക്ക് വലിയ ഒരു സംഭവമായി മാറിയതാണ്. അതായത് മലയാളികളെ ഞെട്ടിച്ച ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. പക്ഷെ അതിന്റെ യഥാർത്ഥ തിരക്കഥ എന്നത് ഒരു വഞ്ചന കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം സൗബിൻ ഷാഹിറും പറവ ഫിലിംസും അതോടൊപ്പം തന്നെ ഡ്രീം ബിഗ് ഫിലിംസും ഒക്കെ തന്നെ നേരിടുന്നത് ഈ വഞ്ചന കേസിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്. ആ വഞ്ചന കേസിലെ എന്താണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നത് ആ റിപ്പോർട്ടാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പറവ ഫിലിംസ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമ്മാണത്തിനായി ₹1 പോലും ചെലവഴിച്ചിട്ടില്ല. അതായത് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇതിന്റെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിറും പറവ ഫിലിംസിന്റെ മറ്റുടമകളും ഒന്നും തന്നെ ₹1 ചെലവഴിച്ചിട്ടില്ല.